നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇടയ്ക്കെങ്കിലും നമുക്കൊരു ചേഞ്ച് വേണ്ടേ? അപ്പോൾ ഇന്ന് ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സിനെ പറ്റി പറയുകയാണെന്നുവെങ്കിൽ ഇതൊരു കിഡിലൻ കുർത്ത സെറ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഇടാനാണെങ്കിലും സൂപ്പർ കംഫർട്ടബിൾ ആണ്. പിന്നെ ഉണ്ടല്ലോ ഈ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സുകളോട് എനിക്കൊരു ഇത്തിരി ഇഷ്ടക്കൂടുതലും ഉണ്ട് കേട്ടോ. പിന്നെ പതിവ് പോലെ തന്നെ ഒരു വഴിക്ക് റെഡി ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാതെ പിന്നെ എങ്ങനെയാണല്ലേ. അപ്പോൾ പ്രഭുവാണ് കേട്ടോ ഫോട്ടോഗ്രാഫർ. അങ്ങനെ നമ്മുടെ സ്വന്തമായ ഫോട്ടോഷൂട്ടിനൊക്കെ ശേഷം ഞാനിത് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ആദ്യം കുറച്ച് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ബൈ. കുറച്ചായിരുന്നു കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കൂടിയിട്ട്. അപ്പോൾ കുറച്ച് കാലം ഇങ്ങനെ കഴിയുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്സിനെ ഇങ്ങനെ കണ്ടില്ലെങ്കിൽ എന്തോ ഒരു വിഷമമല്ലേ. അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരു വൈബ് എന്ന് പറയുന്നത് വേറൊരു വൈബ് തന്നെയാണ്. പല തിരക്കുകളും കാരണം പലർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും സ്ഥിരമായിട്ട് കൂടുന്ന നമ്മൾ കുറച്ച് പേര് തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഒരുമിച്ച് കൂടിയതാണ്. ഇത്രയും പേരാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പേരുടെയൊക്കെ കുട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാറു ബ്രദും കൂടി വന്നിട്ടുണ്ടായിരുന്നു. വർത്താനത്തിൻ്റെ കൂടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കൂടി ആയിക്കോട്ടെ വെച്ചിട്ട് കുറച്ച് ഗെയിമും കൂടെ നമ്മൾ കളിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. നമ്മൾ വളരെ മാന്യമായി കളിച്ച് തോറ്റു. പക്ഷേ ഇവന്മാർ തുടങ്ങിയപ്പോൾ സംഭവങ്ങളൊക്കെ നേരെ തിരിച്ചായിരുന്നു കേട്ടോ. കുറേ പേര് അങ്ങോട്ട് ഓടുന്നു, കുറേ പേര് ഇങ്ങോട്ട് ഓടുന്നു. വളർന്നൊക്കെ വെറുതെ പറയണതാണ്, ചുമ്മാ കച്ചറ കളിയായിരുന്നു. അങ്ങനെ ഫൈനലിലേക്ക് എത്തുമ്പോഴേക്കും ചെയർ കൈ പിടിച്ചുകൊണ്ട് നടന്നിട്ടായിരുന്നു പെർഫോമൻസ് കേട്ടോ. എന്തായാലും അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് സുന്ദരിക്ക് പൊട്ടുകുത്തലാണ് കേട്ടോ. നമ്മൾ വളരെ സത്യസന്ധമായി ഇങ്ങനെ പോയിട്ട് മുഖത്തിൻ്റെ എവിടെയോ പൊട്ടുകുത്തി പോന്നു. പക്ഷേ ഇവരാണെങ്കിൽ വരുന്നവർ എല്ലാവരും കറക്റ്റായിട്ട് അളവെടുക്കുന്നു, വളരെ കറക്റ്റായിട്ട് പൊട്ടു തൊടുന്നു. അവിടെ കഥ പറഞ്ഞു കൊടുക്കലാണ്. ഇത് മൊത്തം കള്ളക്കളിയാണെന്ന് നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞ സമയത്ത് ഓക്കെ എന്നാൽ ശരി അളവെടുത്തിട്ടാണെങ്കിലും ഇത് വീണ്ടും കറക്റ്റായിട്ട് ചെയ്യാൻ ധൈര്യമുള്ള ഒരു വായു എന്ന് പറഞ്ഞപ്പോൾ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ രണ്ടാമതും പോയി. അങ്ങനെ സംഭവം കളറായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എല്ലാം മറന്ന് ശരിക്കും നമ്മൾ എപ്പോഴാണ് ആ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ആ ഒരു വൈബ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഭയങ്കര രസമായിരുന്നു എല്ലാവരുടെയും കൂടെ. അങ്ങനെ നമ്മൾ കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് അടുത്തത് ഇനി ഫുഡിൻ്റെ ടൈമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗെറ്റ് ടുഗദർ വയ്ക്കാനും അതുപോലെ തന്നെ ഒരു ഔട്ടിങ്ങിന് പോകാനും ഒക്കെ ഭയങ്കര രസമാണല്ലേ. അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. പണ്ടത്തെ തമാശകളും കളിയാക്കലുകളും ഒക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞു തന്നെ ഇല്ല കേട്ടോ. നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ ഇതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഒരു മീറ്റിംഗ്? ഇങ്ങനെ നമ്മളെ പോലെ ഫ്രണ്ട്സിനെ ഇടയ്ക്കിടെ മീറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യും. അങ്ങനെ അടുത്ത മീറ്റിനെ പറ്റി പ്ലാനൊക്കെ ചെയ്ത് നമ്മളെല്ലാവരും വീട്ടിൽ പോയി.